മീര സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അയച്ചു എന്ന് എന്നോട് പറഞ്ഞു. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടേക്കാൻ പറയാൻ വന്നതാ. ഹായ് ഫ്രണ്ട്സ്, എന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലേ? ഞാൻ വളരെ ഹാപ്പിയാ. കാരണം എന്റെ കല്യാണം നടക്കാൻ പോവാ. അപ്പോ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു സംശയം തോന്നും, എന്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതല്ലേ, വീഡിയോ ഒക്കെ കണ്ടതല്ലേന്ന്. അത് വേറൊരു കഥയാ. ഈശ്വര, എന്തൊക്കെയാ ഈ പറയുന്നേ? ഒരു മഞ്ഞ പത്രക്കാര് സംഘടിപ്പിച്ച താലികെട്ട് നാടകം. ഇപ്പതാ എന്റെ അച്ഛനമ്മമാര് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം. പക്ഷേ വരനെ കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാട്ടോ. വർഷങ്ങളായി ഞങ്ങള് പ്രണയത്തിലായിരുന്നു. ഇവളെന്താ ഈ പറയുന്നേ? വരനാരാണെന്നറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. MLA സിദ്ധാർത്ഥ് ചന്ദ്രോത്തിന്റെ മകൻ നന്ദൻ. നന്ദനുമായിട്ടുള്ള എന്റെ വിവാഹം ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നടക്കാൻ പോവാ. ഇതൊരു പ്രീ വെഡിങ് വീഡിയോ. ബാക്കി കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. ബൈ. നന്ദു, തീർന്നു. നമ്മുടെ ജീവിതം തീർന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദേവി, ഒന്നുമില്ല, നീ വിഷമിക്കാതെ. വിഷമിക്കാതെ പിന്നെ എന്ത് ചെയ്യണം ഞാൻ? ഇതിനേക്കാൾ വലുതായി ഇനി എന്ത് വേണം? ലോകം മുഴുവനും അറിഞ്ഞില്ലേ നന്ദന്റെ ഭാര്യ മീരയാണെന്ന്? ദേവി, നീ ഒന്ന് സമാധാനിക്കേ. ഇല്ല നന്ദു, തീർന്നു. ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മീരെ എതിർക്കാനോ ബലരാമൻ അങ്കിളിനെ പറഞ്ഞു ബോധ്യപ്പെടുത്താനോ ഇനി നമുക്ക് പറ്റില്ല. കഴിഞ്ഞു. ദേവികയുടെ ജീവിതം കഴിഞ്ഞു. നീ ഇങ്ങനെ കരയില്ലേ? എന്തിനൊരു പരിഹാരമില്ലേ? അച്ഛൻ തീരുമാനിക്കും എന്ത് വേണോന്ന്. ഇനി എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? മീരെ പിന്തിരിപ്പിക്കാൻ ഇനി പറ്റുമോ? നാട്ടുകാരുടെ മുൻപില് നന്ദന്റെ ഭാര്യ മീരയല്ലേ? ഇതിനി പരിഹാരം കാണാൻ ആർക്കും പറ്റില്ല. ദേവിക